അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ICTയുടെ മലയാളം സീരീസ് ഏകദേശം എൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? മാർക്കറ്റിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചു, മാർക്കറ്റ് റെൻറ്റ് പഠിച്ചു, പ്രീമിയം ഓഫ് ബസ് ഡിസ്കൗണ്ട് വെച്ച് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പഠിച്ചു, ലിക്വിഡിറ്റി പഠിച്ചു, ഇൻഡ്യൂസ്മെൻറ്റ് പഠിച്ചു, അതുപോലെ PDRIs, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 PDRIs നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എങ്ങനെ എൻട്രി എടുക്കണം, എൻട്രി എങ്ങനെ എക്സിറ്റ് ചെയ്യണം, ഇവിടെ ടാർഗറ്റ് വെക്കണം, ഒക്കെ ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ചാർട്ട് പാറ്റേൺസിൽ വെച്ച് എങ്ങനെ ട്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ഓക്കെ, ഇപ്പം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മാസ്റ്ററിങ് സീരീസാണ്. ഓക്കെ, കുറച്ചുകൂടി നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒരു മാസ്റ്റർ ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. മാസ്റ്ററിങ് ദ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചതുപോലെ 3 തരത്തിൽ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, അതുപോലെ സൈഡ് വേസ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഈ 3 സ്ട്രക്ചേഴ്സിനെയും കൂടി നമ്മൾ ഒന്നുകൂടി ഡെപ്തായിട്ട് പഠിക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തായിട്ട് പഠിക്കുന്ന ഒരു സീരീസാണ് നമ്മൾ മാസ്റ്ററിങ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വെൽക്കം ടു T4T. അപ്പോൾ നമ്മളുടെ പഴയ വീഡിയോ കാണാത്ത വരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഫസ്റ്റത്തെ ഒരു സീരീസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ മുകളിൽ ലൈക്ക് കാർഡ് കൊടുക്കാം, അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫ്യൂ തിങ്സ് ബിഫോർ ദാറ്റ്. നമ്മൾ ഈ സ്ട്രക്ചേഴ്സിനെ ഒന്നുകൂടി മാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ് സ്വിങ് ഹൈ? നിങ്ങൾക്ക് സ്വിങ് ഹൈ എന്താണെന്നറിയോ? സ്വിങ് ലോ എന്താണെന്നറിയോ? ഇമ്പൾസീവ് മൂവ് എന്താണെന്നറിയോ? കറക്റ്റീവ് മൂവ് എന്താണെന്നറിയോ? ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണെന്ന് അറിയണം, മാനിപ്പുലേഷൻ ഫേസ് എന്താണെന്ന് അറിയണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, പോയി കാണുക. ഓക്കെ, ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് സ്വിങ് ഹൈ? ഒരു സ്ട്രക്ചർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു സ്വിങ് ഹൈ, സ്വിങ് ലോ ഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാണെന്ന്. അതുപോലെ ഇമ്പൾസീവ് മൂവ്, മാർക്കറ്റിലുണ്ടാവുന്ന ഇമ്പൾസീവ് മൂവ്, അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് കറസ്പോണ്ട് ആയിട്ട് വരുന്ന കറക്ഷൻ മൂവ്, അതുപോലെ തന്നെ ICTയുടെ മെയിൻ ബ്ലഡ് ഫ്ലോ ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് മാനിപ്പുലേഷൻ ഫേസ് എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിത് മാസ്റ്റർ ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു 5 പോയിന്റ്സ് നമ്മൾ എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിന് ഡീപ്പായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ ഈ ഒരു 5 പോയിന്റിൽ ഫസ്റ്റ് നമ്മളുടെ സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ. ഓക്കെ, സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ, നിങ്ങൾ ഈ ഒരു സ്ലൈഡ് കാണുന്ന സമയത്ത് സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ ഞാൻ വരച്ചു വെച്ചത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ലോവർ ടൈം ഫ്രെയിം മൈക്രോ വ്യൂവിൽ സ്വിങ് ഹൈ സ്വിങ് ലോ എങ്ങനെയാണ് വരിക? നിങ്ങൾ നോക്കണല്ല, ഒരു സ്ട്രക്ചർ മാർക്കറ്റിൽ ഒരു അപ്പ് ട്രെൻഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് ഇതിനൊരു സ്വിങ് ഹൈ എന്ന് ഒന്ന് പറയാം. അതിനുശേഷം പ്രൈസ് താഴേക്ക് സ്ട്രക്ചർ ബ്രേക്ക് തന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കറ്റ് പോകുന്ന സമയത്ത് നമുക്ക് സ്വിങ് ലോ കിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാണ്, മാർക്കറ്റ് അപ്പ് ട്രെൻഡിൽ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇനി എന്താ മാർക്കറ്റിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇൻ കേസ് എവിടെ നിന്നാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നത്, ആ ഏരിയ ആയിരിക്കും നമ്മുടെ സ്വിങ് ഹൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്വിങ് ഹൈ കിട്ടി. ഇനി സ്വിങ് ലോ വേണ്ടേ? സ്വിങ് ലോ ഏതാണ്? ഇതൊരു സ്വിങ് ലോ ആണെന്നൊന്നും പറയരുത്. ഓക്കെ, സ്വിങ് ലോ കിട്ടണമെങ്കിൽ എന്താണ്? താഴേക്ക് വരുന്ന മൊമെൻറ്റത്തിന് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. ഓക്കെ, താഴേക്ക് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു വരുന്നു, അതിനുശേഷം ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ എന്തായി? ഇത് സ്വിങ് ലോ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാണ്, മാർക്കറ്റിലൊരു സ്വിങ് ഹൈ ഫോം ആവുന്നത് എപ്പോഴാണ്? പ്രൈസ് എപ്പോഴും മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പോഴാണ് ഇവിടെ സ്വിങ് ഹൈ ഫോം ആവുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ്. ഇതിലെവിടെയാണ് സ്വിങ് ഹൈ ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ ഫോം ആയിട്ടില്ല. ഓക്കെ, ഇൻ കേസ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുമ്പോൾ മാത്രമേ അവിടെ സ്വിങ് ഹൈ ഫോം ആകൂ. ഓക്കെ, ഈ ഒരു കേസിൽ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, സ്വിങ് ഹൈ ഫോമായി. അടുത്ത സ്വിങ് ലോ അല്ല ഫോം ആവേണ്ട, സ്വിങ് ലോ ഫോം ആവാൻ തിരിച്ച് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ സ്ട്രക്ചർ ബ്രേക്ക്
സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു വന്നു. അതിനുശേഷം ലാസ്റ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന സമയത്ത് എന്ത് മനസ്സിലായി? ഇവിടെ ഒരു സ്വിംഗ് ലോ ഫോമായി. ഓക്കെ, സ്വിംഗ് ലോ ഫോമായി. അതിനുശേഷം എന്താണ്? അതിനുശേഷം പിന്നെ സ്വിംഗ് ഹൈ ആണ് ഫോം ആവേണ്ടത്. സ്വിംഗ് ഹൈ ഫോം ആവണമെങ്കിൽ എന്താണ്? അപ് ട്രെൻഡ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പോൾ സ്വിംഗ് ഹൈ ഫോം ആകും. ഇനി സ്വിംഗ് ലോ ഫോം ആകും എങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ, ഇവിടെ ഇനി സ്വിംഗ് ലോ ഫോം ആകുമ്പോൾ എങ്ങനെയാണ്? പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞ് സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, പിന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പം ഇവിടെ സ്വിംഗ് ലോ ഫോം ആവും. അതാണ് സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ. അതിനെ തന്നെ നമ്മൾ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം മൈക്രോ വ്യൂവിൽ എങ്ങനെയാണ് സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ ഫോം ആവുന്നത് മനസ്സിലായല്ലോ. അപ്പം അതിനുശേഷം നിങ്ങളൊരു മാക്രോ വ്യൂവിലേക്ക് വരികയാണെങ്കിൽ എന്താണ്? ഇങ്ങനെയാണ് ഒരു മാക്രോ വ്യൂവിൽ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വിംഗ് ലോ ഫോമായി. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്വിംഗ് ലോ ഫോമായി. സ്വിംഗ് ഹൈ ഫോം ആവണമെങ്കിൽ എന്താവണം? ഇതിപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് ഒരു 1 hour ടൈം ഫ്രെയിമിലാണെങ്കിൽ ഇത് മൈക്രോ ടൈം ഫ്രെയിമാണ്. ചിലപ്പോൾ എന്താണ്, ഒരു 5 minute ആയിരിക്കും ഇത്. ഓക്കെ, ഇത് 1 hourൻ്റെ ടൈം ഫ്രെയിമിലുള്ള ഒരു സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ ഫോർമേഷൻ ആണെങ്കിൽ ഇത് 5 minute ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിലും എന്താണ്, ഇതിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ പോലെ തന്നെ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഹയർ ടൈം ഫ്രെയിം വ്യൂ ആണ്, ഇത് ലോവർ ടൈം ഫ്രെയിം വ്യൂ ആണ്. ഇവിടെ സ്വിംഗ് ലോ നമ്മൾ കൺഫേം ചെയ്തത് എപ്പോഴാണ്? ഈ ഒരു സ്വിംഗ് ലോ, ഹയർ ടൈം ഫ്രെയിമിൽ സ്വിംഗ് ലോ നമ്മൾ കൺഫേം ആക്കിയത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ്. ഓക്കെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ്. ഇവിടെ നമ്മൾ നോക്കൂ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയ സമയത്ത് സ്വിംഗ് ലോ ഫോമായി, സ്വിംഗ് ഹൈ ഫോമായി. ഓക്കെ, പിന്നെ ഇവിടെ സ്വിംഗ് ഹൈ ഫോം ആയപ്പോഴാണ് ആ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നപ്പോഴാണ് ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഫോം ആയത്. ഓക്കെ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ നമ്മൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ ഫോം ചെയ്ത സമയത്ത് ഒരാൾ ചോദിച്ചതാണ്, സാർ എന്തിനാണ് എപ്പോഴും ഇവിടെ എസ് എൽ വെക്കുന്നത്, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എന്തിനാണെന്ന്. ഒരാൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, ഞാൻ ഈ സ്വിംഗ് ലോ എന്നുള്ള ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് എന്നുള്ള ആ ഒരു മീനിങ്ങിൽ എടുക്കുന്ന ആളുകളാണ് കൂടുതൽ. ഓക്കെ, ഒരാൾ അങ്ങനെ ചോദിച്ചാണ്, എന്തിനാണ് എപ്പോഴും സ്വിംഗ് ഹൈൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്ന്. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോ എപ്പോഴും സ്വിംഗ് ലോ ആയിട്ടും സ്വിംഗ് ഹൈ എപ്പോഴും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാലേ സ്വിംഗ് ഹൈ ഫോം ആകൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കുക. സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ. ഓക്കെ, ഇത് ലോവർ ടൈം ഫ്രെയിമിലാണ്, ഇത് ഹയർ ടൈം ഫ്രെയിമിലാണ്. ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ പോകുന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബ്രേക്ക് ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഫോം ആവുന്നു, താഴേക്ക് മാർക്കറ്റ് വരുന്നു. ഇവിടുന്ന് തിരിച്ച് ഷിഫ്റ്റ് കിട്ടുമ്പോൾ ഇത് സ്വിംഗ് ലോ ആയിട്ട് ഫോം ആവുന്നു. തിരിച്ച് മാർക്കറ്റ് മുകളിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു, അതിനുശേഷം സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഫോം ആവുന്നു. ഇതിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം വേർഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമ്മളിപ്പം സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ പറഞ്ഞ് അടുത്ത് നമ്മൾ ഇമ്പൾസീവ് മൂവ് ആൻഡ് കറക്റ്റീവ് മൂവ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇമ്പൾസീവ് മൂവ് ആൻഡ് കറക്റ്റീവ് മൂവ്. ഓക്കെ, നിങ്ങൾ ഇത് നോക്കൂ, ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു നമ്മളെ മൂവ് എങ്ങനെയാണ്? നമുക്ക് 2 തരത്തിലാണ് മൂവ് ഉള്ളത്. ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്. ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്. ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നതാണ് റിയൽ മൂവ്. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്? അതിന് കറസ്പോണ്ട് ആയിട്ട് ഓപ്പോസിറ്റ് വരുന്ന മൂവാണ് കറക്റ്റീവ് മൂവ്. ഓക്കെ, ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇമ്പൾസീവ് മൂവ് എന്താണ്? ബുള്ളിഷ് മൂവിനെയാണ് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. അതുപോലെ കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്? താഴേക്ക് വരുന്ന ആ മൈനർ ബെയറിഷ് മൂവില്ലേ, അതിനെയാണ് കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ്? ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ആ ബെയറിഷ് ആയിട്ട് വരുന്ന മൂവില്ലേ, അതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. അതുപോലെ അതിൽ കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്? ആ മൈനറായിട്ട് വരുന്ന ബുള്ളിഷ് മൂവിനെയാണ് നമ്മൾ കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ നമ്മൾ ഇമ്പൾസീവ് മൂവ്,
കറക്റ്റ് ഈ മൂവ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ ഇതാണ് ആക്ച്വൽ മൂവ്, ഇമ്പൾസീവ് മൂവ്. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എന്താ? തിരിച്ച് മാർക്കറ്റ് ഒരു ചെറിയ റീട്രേസ്മെന്റ് താഴേക്ക് എടുക്കുന്നു, അതിനെയാണ് കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത്. തിരിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് തന്നു, അത് ആ മൂവിന് എന്താ പറയുന്നത്? നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നു. അതിനുശേഷം ഒരു സ്വിംഗ് ഹൈ ഫോം ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് റീട്രേസ്മെന്റ് തരുന്നതിനെയാണ് കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു അപ് ട്രെൻഡിൽ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ മൂവ് ആണ്. ഓക്കെ, ബൈ ചെയ്ത് പോകുന്നു. ഇവിടുന്ന് മാർക്കറ്റ് താഴാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത് ഈ ഒരു ഏരിയയിൽ നിന്ന് ആളുകൾ സെല്ല് ചെയ്യുന്നു, അതുപോലെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ചെയ്ത ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കറക്റ്റീവ് മൂവ് സംഭവിക്കുന്നത്. ഓക്കെ, കറക്റ്റീവ് മൂവ് സംഭവിക്കുന്നത്. മാർക്കറ്റ് ഇമ്പൾസീവ് മൂവ് വന്നു, ഇവിടുന്ന് കറക്റ്റീവ് മൂവ് താഴേക്ക് വരാൻ കാരണം എന്താണ്? ഒന്നെങ്കിൽ ഈ ഒരു ഏരിയയിൽ ആളുകൾ സെല്ല് ചെയ്യുന്നു, അതുപോലെ ഈ ഒരു ഏരിയയിൽ ബൈ ചെയ്ത ആളുകൾ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ട് സെല്ലിംഗ് പവർ കൊണ്ട് പ്രൈസ് താഴേക്ക് വരുന്നു. പക്ഷെ പ്രൈസ് ഓവർ താഴേക്ക് വരാത്തതിൻ്റെ കാരണം എന്താണ്? ഇമ്പൾസീവ് മൂവ് വളരെയധികം സ്ട്രോങ് ആണ്. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് ഒരു 50% അല്ലെങ്കിൽ ഒരു 30% താഴേക്ക് വന്നിട്ട് തിരിച്ച് ഇമ്പൾസീവ് മൂവ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇമ്പൾസീവ് മൂവ് എന്താണെന്നും കറക്റ്റീവ് മൂവ് എന്താണെന്നും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ നിങ്ങൾ നോക്കുക, ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് ആക്ച്വൽ മൂവ് ആണ്. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടർ മൂവ് അഥവാ എക്സിറ്റ് പൊസിഷൻസ് ചെയ്യുന്ന സമയത്താണ് കറക്റ്റീവ് മൂവ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു അപ് ട്രെൻഡിൽ ഏതാണ് ഇമ്പൾസീവ് മൂവ്, ഒരു ഡൗൺ ട്രെൻഡിൽ എന്താണ് ഇമ്പൾസീവ് മൂവ്, ഒരു അപ് ട്രെൻഡിൽ എന്താണ് കറക്റ്റീവ് മൂവ്, ഒരു ഡൗൺ ട്രെൻഡിൽ എന്താണ് കറക്റ്റീവ് മൂവ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയണം. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പം നമ്മൾ സ്വിങ് ഹൈ, സ്വിങ് ലോ, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ ഫേസ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളതും ഒരുപാട് ആളുകൾക്ക് മനസ്സിലാകാത്തതും ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ഞാനിവിടെ ലിക്വിഡിറ്റി ടേക്കൺ എന്നുള്ള ഒരു ഹെഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്ഥിതിക്ക് എന്താണ്? മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ താഴെ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, മാർക്കറ്റ് ഇതുപോലൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, സ്ട്രക്ചർ ബ്രേക്കായി ഹൈ ബ്രേക്കായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻട്രി വരിക ഇവിടെയാണ്. ഓക്കെ, എസ് എൽ വരുന്നത് എവിടെയാണ്? ഒരുപാട് പേരുടെ എസ് എൽ എന്ന് പറയുന്നത് ആ ഒരു സ്വിങ് ലോൻ്റെ താഴെയാണ്. ഇൻഡ്യൂസ്മെൻ്റ് എന്ന് ഇടാൻ കാരണം എന്താണ്? ഇൻഡ്യൂസ് ചെയ്യിക്കാൻ മാർക്കറ്റ് താഴേക്ക് വരും, എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ മാർക്കറ്റ് താഴേക്ക് വരും. ഓക്കെ, നിങ്ങൾ ഇത് നോക്കൂ, ഈ ഒരു പിക്ചർ നോക്കൂ. മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് മുകളിൽ സ്ട്രക്ചർ ബ്രേക്ക് തന്നു, ഈ ഒരു ഫോർമേഷൻ തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഇവിടെ അല്ല ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടി പറയാണ്, ഈ ഫസ്റ്റത്തെ ഇമേജും സെക്കൻഡത്തെ ഇമേജും രണ്ടും സ്ട്രക്ചർ ബ്രേക്കിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. ഫസ്റ്റിലുള്ള സ്ട്രക്ചർ ബ്രേക്കിന് എന്താണ്? അവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല മാർക്കറ്റ്. ലിക്വിഡിറ്റി എടുക്കാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്. ഓക്കെ, രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? ഒരു ഇമ്പൾസീവ് മൂവ് തന്നു, ഒരു കറക്റ്റീവ് മൂവ് തന്നു, ഒരു ഇമ്പൾസീവ് മൂവ് തന്നു. അതിനുശേഷം എന്താണ്? ഇവിടുത്തെ ഈ ഒരു ലോ കണ്ടില്ല നിങ്ങൾ? ഈ ഒരു ലോനെ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് എടുത്തു. അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഒന്നുകൂടി പറയാണ്, ഇതിലെന്താണ്? ഇതിൽ ലിക്വിഡിറ്റി ടേക്കൺ നടന്നിട്ടില്ല, ഇതിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലോ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ലോയിലുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ലോയിൽ എന്ത് ഓർഡേഴ്സ് ആണ്? സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ആണ്. ബൈ ചെയ്ത ആളുകളുടെ എസ് എൽ എന്ന് പറയുന്നത് എന്ത് ഫോർമാറ്റിലായിരിക്കും? സെൽ സ്റ്റോപ്പ് ഫോർമാറ്റിലായിരിക്കും. ആ സെൽ സ്റ്റോപ്പ് മാർക്കറ്റ് എടുത്തിട്ടാണ് തിരിച്ചു പോയത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും ഈ ഒരു ഏരിയ ഉണ്ടോ? ഈ ഒരു ലോ ഇതൊരു സ്വിങ് ലോയാണ്. ഓക്കെ, ഇതും ഒരു സ്വിങ് ലോയാണ്. ദയവേത് സ്റ്റോപ്പ് ലോസ് എന്നൊന്നും ആരും വിചാരിക്കരുത്. സ്വിങ് ലോയാണിത്. ഇത് രണ്ടും സ്വിങ് ലോ തന്നെയാണ്. പക്ഷെ ഇതിൽ ഏത് സ്വിങ് ലോ ആയിരിക്കും കുറച്ചുകൂടി സ്ട്രോങ്? ലിക്വിഡിറ്റി ടേക്കൺ ചെയ്തിട്ടുള്ള ഈ ഒരു സ്വിങ് ലോ ആയിരിക്കും എപ്പോഴും സ്ട്രോങ്. കാരണം എന്താണ്? ഇതിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി ഇപ്പോഴും റെസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ അടിയിലുള്ള ലിക്വിഡിറ്റീനെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു ഫോർമാറ്റിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്വിങ് ലോ, സ്വിങ് ഹൈ ഉണ്ട്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള സ്വിങ് ഹൈ. നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ് ഒരു സ്വിങ് ഹൈൻ്റെയോ സ്വിങ് ലോൻ്റെയോ താഴെ
സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ആ സ്വിങ് ഹൈ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് നടന്ന ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഫെയിലായി പോകുന്നത് അതിലാണ്. ലിക്വിഡിറ്റി ഈ ഒരു സ്വിങ് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ അടിയിലാണ് എൻ്റെ SL. ഓക്കെ ഓക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെയും ഇതുപോലെ തന്നെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഞാനിവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. എൻ്റെ 2 SL ഉണ്ട്. ഒന്ന് ലിക്വിഡിറ്റി എടുക്കാത്ത സ്വിങ് ലോൻ്റെ താഴെയാണ് എൻ്റെ SL, ഇവിടെ ലിക്വിഡിറ്റി എടുത്ത സ്വിങ് ലോൻ്റെ താഴെയാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് എന്താണ്, ലിക്വിഡിറ്റി എടുക്കാത്ത സ്വിങ് ലോൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് കയറി പോകും. ഓക്കെ, അതാണ് പലരും പറയുന്നത് എൻ്റെ SL അടിച്ചിട്ട് തിരിച്ച് കയറിപ്പോയി. SL അടിച്ച് തിരിച്ചിട്ട് കയറിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതാണ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ബെയറിഷ് ട്രെൻഡിൽ നിങ്ങൾ നോക്കൂ, മാർക്കറ്റ് താഴേക്ക് വന്നു, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഈ ലോ എന്താണ്, ഇതൊരു സ്വിങ് ലോ ആണ്, ലിക്വിഡിറ്റി എടുക്കാത്ത സ്വിങ് ലോ. അതിനെ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള ഒരു സ്വിങ് ലോ ആണ്. ഓക്കെ, അപ്പോൾ സ്വിങ് ഹൈ നോക്കുന്ന സമയത്ത് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ടോ ടേക്ക് ചെയ്യാതെയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളപ്പോൾ ഈ 5 കാര്യങ്ങളും പറഞ്ഞു. നമ്മളൊരു മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കേണ്ട ഈ 5 പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സ്വിങ് ലോയും സ്വിങ് ഹൈയും കിട്ടും. ഇതൊരു ഹയർ ടൈം ഫ്രെയിമിലായിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമ്മളൊരു സ്വിങ് ഹൈ സ്വിങ് ലോ കിട്ടുക. അത് ലോവർ ടൈം ഫ്രെയിം അഥവാ ഒരു മാക്രോ വ്യൂവിൽ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് വന്ന ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പോൾ എന്താവും, ഇവിടെ സ്വിങ് ഹൈ കിട്ടും. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ബ്രേക്ക് സ്ട്രക്ചർ പോയി കഴിഞ്ഞ് ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുമ്പോൾ ഇവിടെ സ്വിങ് ലോ കിട്ടും. അതിനുശേഷം എന്താ, ഈ സ്വിങ് ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു ലെവലിൽ. അതുപോലെ തന്നെ നമ്മൾ ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ട്രെൻഡ് എന്താണോ, നമുക്ക് ട്രെൻഡിങ്ങിനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ എന്താണ്, ഡൗൺ ട്രെൻഡിൽ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡിൻ്റെ മെയിൻ ട്രെൻഡായിട്ടുള്ള ബെയറിഷ് ട്രെൻഡാണ് ഇമ്പൾസീവ് ട്രെൻഡ്. അതുപോലെ ഓപ്പോസിറ്റ് ട്രെൻഡ്, കറക്ഷൻ ട്രെൻഡ് എന്താണ്, മുകളിലേക്കുള്ള ട്രെൻഡിനെയാണ് നമ്മൾ കറക്ഷൻ മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ അപ്പ് ട്രെൻഡിൽ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നോക്കുക, അതുപോലെ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നോക്കുക. ഓക്കെ, ഇതിലേതാണ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുള്ളത്, ഇത് ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാതെയാണ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുള്ളത്, ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുള്ളത്. ഈ സ്വിങ് ലോ എന്ന് പറയുന്നത് വെരി പവർഫുൾ ആയിരിക്കും. ഇതെന്താണ്, ഇതും സ്വിങ് ലോയാണ്. പക്ഷെ എന്താണ്, ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഇൻഡ്യൂസ് ചെയ്യാൻ, അത് ലിക്വിഡിറ്റി ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ മുകളിലേക്കും അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്രേക്ക് എന്നാൽ ഇതൊരു സ്വിങ് ലോയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ലിക്വിഡിറ്റീനെ മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് പോയത്. ഓക്കെ, അപ്പം പിന്നെയും ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാട് ലിക്വിഡിറ്റി സ്വീപ്പും ലിക്വിഡിറ്റി ഇതാണ്. ഞാൻ ഒറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് 3 സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, 3 സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇമേജ്, ഇത് സെക്കൻഡ് ഇമേജ്, 3 ഇമേജ്. ഇതിലേത് സ്വിങ് ലോയാണ് സ്ട്രോങ് നിങ്ങൾ പറയും? ഞാൻ പറയുകയാണ് ഈ മൂന്നാമത്തതാണ് സ്വിങ് ലോ. കാരണം എന്താണ്, ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ല. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്, ഈ ലോനെ മാർക്കറ്റ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകണമായിരുന്നു. ഇതും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ല. മുകളിലേക്കുള്ളതാണെങ്കിൽ നോക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക്? ഇതൊക്കെ ബ്രേക്കാണ്. ഇത് സ്വിങ് ലോയാണ്, ഇത് സ്വിങ് ലോയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഇതാണ്. കാരണം എന്താണ്, ഇത് ലിക്വിഡിറ്റി, ഈ ഒരു ഹൈൻ്റെ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും പഠന സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഈ ഒരു 5 പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ച്വൽ ട്രെൻഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാവാത്ത ആളുകൾ ഒന്നുകൂടി റിവൈൻഡ് അടിച്ചിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ആക്ച്വൽ ട്രെൻഡ്സ്. ഈ ആക്ച്വൽ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് ഫാൻസി ആയിട്ട് കൊടുത്താണ്. ടൈപ്സ് ഓഫ് ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേനാണ് 2 തരമാണ്, 3 തരമുണ്ട്. ബുള്ളിഷ് അഥവാ ബെയറിഷ്, ബുള്ളിഷ് ട്രെൻഡ്, അതുപോലെ ബെയറിഷ് ട്രെൻഡ്,
അതുപോലെ തന്നെ എന്താണ് മൂന്നാമത്തത് സൈഡ് വേസ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ട്രെൻഡിൻ്റെയും സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു സൈഡ് വേസ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മളിപ്പം ഏത് മാർക്കറ്റ് സ്ട്രക്ചറിലാണ് നമ്മളുള്ളത്? നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലാണോ ഇൻവോൾവ് ആയിട്ടുള്ളത്, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ? അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻലി ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നമ്മൾ ഏത് സ്ട്രക്ചറിലാണ്, എന്ത് മാർക്കറ്റ് സ്ട്രക്ചറിലാണ് നമ്മളുള്ളത്? ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലാണോ? പലരും ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ബെയറിഷ് എൻട്രി എടുക്കുന്നു. ഓക്കെ, ഫെയിൽ ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ബെയറിഷ് മാർക്കറ്റിൽ ബുള്ളിഷ് എൻട്രി എടുക്കുന്നു. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റിൽ ബെയറിഷ് എൻട്രി എടുക്കുന്നു, ബെയറിഷ് മാർക്കറ്റിൽ ബുള്ളിഷ് എൻട്രി എടുക്കുന്നു, സൈഡ് വേസ് മാർക്കറ്റിൽ ബുള്ളിഷും ബെയറിഷും മിക്സ് ആയിട്ട് എടുക്കുന്നു. സ്ട്രക്ചർ എന്താണെന്ന് ആർക്കും മര്യാദയ്ക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ആക്ച്വൽ ട്രെൻഡിൽ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, സൈഡ് വേസ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ബുള്ളിഷ് അഥവാ അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ നമ്മളുടെ ആ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ വരച്ച് വെച്ചത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ഈ ഒരു രീതിയിൽ മാർക്കറ്റ്, ഇതൊക്കെ എന്താണ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാത്ത രീതിയിലാണ് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്. ഇനി എന്താണ് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ബുള്ളിഷ് ട്രെൻഡ് കാണുക. അതുപോലെ തന്നെ ഒരു ചാനലിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ നോക്കുകയാണെങ്കിലും ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്താണ് ഒരു അപ് ട്രെൻഡ് ബ്രേക്കിംഗ് സ്ട്രക്ചർ. മാർക്കറ്റിൽ ട്രെൻഡ് എന്താണ്, ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷനിൽ നമ്മൾ ഫസ്റ്റ് അഡ്വാൻസിൽ പഠിപ്പിച്ചതൊക്കെ ഇതുപോലെയാണ്. ആക്ച്വലി മാർക്കറ്റിൽ ഇതുപോലെ ആയിരിക്കുമോ? ഓക്കെ, ഇത് നമ്മൾ ഈ വരച്ചതുപോലെയാണ് മാർക്കറ്റിലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ വാച്ച് ചെയ്യുന്ന മാർക്കറ്റിൽ ഈ ഫോർമേഷനിലാണോ, മാർക്കറ്റിൽ ഈ ഒരു ഫോർമേഷനിൽ വേണം മാർക്കറ്റ് വരാൻ. പക്ഷേ മാർക്കറ്റ് എന്താണ്, നമ്മുടെ സ്ട്രക്ചർ ഇപ്പോൾ അപ് ട്രെൻഡ് ആണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും റിയൽ ആയിട്ട് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി മാർക്കറ്റ് സ്ട്രക്ചർ നടന്നത് ഈ ഒരു രീതിയിൽ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ നടന്നു. ഓക്കെ, ഇത് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ നടന്നു. ഓക്കെ, എന്താണ് ഇവിടെ താഴെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, ഹൈ ടേക്കൺ. ഓക്കെ, ഒന്നുകൂടി പറയാണ്, ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ നോക്കണം. ഒരു ലോ ക്രിയേറ്റഡ്, ഒരു ഹൈ ക്രിയേറ്റഡ്. ഓക്കെ, ഈ ലോനെ മാർക്കറ്റ് എടുത്തു, അതിനുശേഷം മാർക്കറ്റ് പുതിയൊരു ഹൈ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് എങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് സ്ട്രക്ചർ ബ്രേക്ക്. ഇത് സ്ട്രക്ചർ ബ്രേക്ക് അല്ല, ഇത് ലിക്വിഡിറ്റിയാണ്, ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ എടുത്ത് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, അപ്പം മാർക്കറ്റ് സ്ട്രക്ചർ തന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു, അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു. ഇവിടെ എവിടെയെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോയി. ഓക്കെ, രണ്ടാമത്തെ സെക്ഷനിൽ എങ്ങനെയാണ്, മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലിക്വിഡിറ്റി മാർക്കറ്റ്, ഈ ഒരു ലോൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്, തിരിച്ച് മാർക്കറ്റ് ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ഹാസ് ടു ബീൻ ടേക്കൺ, അതിനുശേഷം ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, അതിനുശേഷം എന്താണ്, ഒരു ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, ഹൈ ടേക്കൺ. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. അതിനുശേഷം ഒരു ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, ഓക്കെ, ഹൈ ക്രിയേറ്റഡ്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഇങ്ങനെ നോക്കും നമുക്ക് ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോകളില്ലേ, ആ ലോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാതെ എടുക്കുന്ന ലോനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വരേണ്ടത് എവിടെയാണ്, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്കിൻ്റെ താഴെയാണ്. ഓക്കെ, എന്താണ് ആ രീതിയിലാണ്. ഇപ്പം ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ ഉണ്ട്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഇതിലേതാണ്, രണ്ടും സ്ട്രക്ചർ ബ്രേക്ക് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ താഴെയുള്ള സ്വിംഗ് ലോ പ്രൊട്ടക്ട് ആണോ? ഈ സ്വിംഗ് ലോ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് അല്ല. കാരണം എന്താണ്, ഇത് ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. ഇവിടെ എന്താണ്, ഈ സ്വിംഗ് ലോ പ്രൊട്ടക്ട് ആണ്. കാരണം എന്താണ്,
ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു PDRAയിൽ ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇവിടെ അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്ത് തിരിച്ച് പോകുന്നതായിരിക്കും. മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് വന്നിട്ട് ഈ ലോ എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പല ആളുകളിലും മിസ്റ്റേക്ക് വരുന്നതാണ്, ഇതൊരു താഴേക്കുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കും. കണ്ടില്ലേ, ഇത് താഴേക്കുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കും. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് തെറ്റിദ്ധരിക്കും. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു 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 സ്ട്രക്ചർ ബ്രേക്ക്. അപ്പോൾ ഏതൊരു സ്ട്രക്ചർ ബ്രേക്ക് നിങ്ങൾ നോക്കട്ടെ, നിങ്ങളൊരു സ്ട്രക്ചർ ബ്രേക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി അടിയിൽ സ്വിംഗ് ലോ ഫോം ആവുന്നതിന് മുന്നേ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ആ സ്വിംഗ് ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടുള്ളൂ. ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാത്ത ഒരു സ്വിംഗ് ലോൻ്റെ താഴെയും സ്റ്റോപ്പ് ലോസ് വെക്കരുത്, എടുക്കും. 100% ഉറപ്പാണ്. അപ്പോൾ പലരും വിചാരിക്കും ലിക്വിഡിറ്റി എടുത്തതിൻ്റെ താഴെ ആ സ്വിംഗ് ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ എടുക്കില്ലേ? എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താണ്, സ്വിംഗ് എടുക്കാത്ത സ്വിംഗ് ലോനേക്കാൾ സ്ട്രോങ് ആയിരിക്കും എടുത്തിട്ടുള്ള ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി എടുത്തു, സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ. അപ്പം ആക്ച്വലി മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സ്ട്രക്ചർ എങ്ങനെയാണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ്. പലരും എങ്ങനെയാണ് ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയി എന്ന് വിചാരിക്കും, സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോകും. അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് താഴേക്കായി എന്ന് പറഞ്ഞ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു രീതിയിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് എങ്ങനെയാണ് സംഭവിക്കുക? ഈ ഒരു രീതിയിൽ പോയാൽ ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണോ? സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ല, ഇത് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ല. സ്ട്രക്ചർ ഷിഫ്റ്റ് ഇനി സംഭവിക്കണമെങ്കിൽ എങ്ങനെയാണ്? തിരിച്ച് മാർക്കറ്റ് വന്ന് ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എന്താണ്, ഇത് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. കണ്ടില്ലേ, ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ലോ ഇതാണ്. എന്നിരുന്നാലും എന്താണ്, നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കൺഫേം ആയിട്ട് ചെയ്യാം സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നു എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ഒരു അപ് ട്രെൻഡിൽ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ? ഒരിക്കലും നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സ്ലൈഡ് തയ്യാറാക്കുന്നത്. ആക്ച്വലി എങ്ങനെയായിരിക്കും? മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത്, ചിലപ്പോൾ ഈ ഒരു ലെവലിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ ടേക്ക് ഔട്ട്, അങ്ങനെ ലിക്വിഡിറ്റി താഴേക്ക് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഈ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി എടുക്കുന്നത് എന്താണ്, പലരും ഈ ലിക്വിഡിറ്റി താഴേക്ക് എടുക്കാൻ വേണ്ടി വരുന്നത് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, ഇവിടെ എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കും. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ വരുന്ന മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് തരാം. നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങളിത് നോക്കുക. ഇതിൽ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക്, ഓക്കെ, ഇതിൽ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക്, വാലിഡ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരു 5 സെക്കൻഡ് സമയം തരാം. ഓക്കെ, ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, പിന്നെ ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇതിൽ 1 2 3 4 5 ആണെങ്കിൽ ഇത് 6 ആക്കാം, 7 8 9 ഒരുപാട് സ്ട്രക്ചർ ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഇതിൽ വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ഏതാണ്? വാലിഡ് സ്ട്രക്ചർ ബ്രേക്കിലായിരിക്കും വാലിഡ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ ഫോം ആകുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. എന്താണ്, നോക്കൂ നിങ്ങൾ, ഞാൻ ഈ ഡാർക്ക് ചെയ്ത് കണ്ടില്ലേ, ഇതായിരിക്കും ആക്ച്വലി സ്ട്രക്ചർ ബ്രേക്ക്, വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക്. എന്തുകൊണ്ടാണ് ഇത് സ്ട്രക്ചർ ബ്രേക്ക് ആണ്, പക്ഷെ വാലിഡ് അല്ല എന്ന് പറയുന്ന കാരണം എന്താണ്?
ഇത് ലിക്വിഡിറ്റി, ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. ഇതും വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് അല്ല. കാരണം എന്താ, ഇത് ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. ഇത് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഇതെന്താണ്, ഈ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതാണ് മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതെന്താണ്, ഇത് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണോ? അല്ല. കാരണം എന്താ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ടൊരു ബ്രേക്ക് തന്നല്ലോ. ഇതാണ് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവണമെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിരിക്കണം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ഈ ഒരു രീതിയിൽ വന്നാലൊന്നും നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് കണക്കാക്കില്ല. ചിലർ ഈ ഒരു രീതിയിൽ കണക്കാക്കും സ്ട്രക്ചർ ബ്രേക്ക്. ഇത് ലിക്വിഡിറ്റി എടുത്തില്ല. ലിക്വിഡിറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ലിക്വിഡിറ്റി എടുക്കല്. ഇവിടെ ഇപ്പോൾ 2 ലിക്വിഡിറ്റി വരികയാണ് ചെയ്തത്. 2 ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മുകളിൽ പോകും. ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത സ്ട്രക്ചർ ബ്രേക്ക് ആയിരിക്കും വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒന്ന് ഗ്രാഫിൽ പോയിട്ട് മനസ്സിലാക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഞാൻ നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് നമ്മളുടെ നിഫ്റ്റി 50യുടെ ചാർട്ടിൻ്റെ ഒരു കോലാണ്. എന്താണ്, 4 ഹവറാണ് ടൈം ഫ്രെയിം. 4 ഹവറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചറോ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എപ്പോഴും നോക്കുമ്പോൾ ഹയർ ടൈം ഫ്രെയിംസിൽ വേണം നോക്കാൻ. കാരണം എന്താണ്, ഹയർ ടൈം ഫ്രെയിംസിലാണ് എപ്പോഴും ഗെയിം നടക്കുന്നത്. നമ്മൾ ടൈം ഫ്രെയിംസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണ്, നമ്മളെ 1 ഹവർ അഥവാ 4 ഹവറാണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം. ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എപ്പോഴും ഏതിലാണ്, ഹയർ ടൈം ഫ്രെയിംസിലായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റി 50യുടെ ഒരു ചാർട്ടാണിത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സംഭവിക്കുന്നതിനോട് തന്നെ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാത്തൊരവസ്ഥയാണ് ചാർട്ടിന്. കണ്ടില്ലേ, പല സ്ഥലത്തും ഗ്യാപ്പുകൾ കണ്ടില്ലേ, ഗ്യാപ്പ്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ ഞാൻ വോളിയം ആഡ് ചെയ്ത കണ്ടില്ലേ നിങ്ങൾ, അതിൻ്റെ താഴെ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മളുടെ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ലായിക്കോളും. ഓക്കെ, ഗ്യാപ്പ് ഫില്ല് ചെയ്തോളും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നോ ഗ്യാപ്പ് ക്യാൻഡിൽ 6 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇവിടെ തൊട്ടിട്ട് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കൂ, ആദ്യം തന്നെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്ഡ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഹയർ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്, നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഈ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഒരു സ്വിംഗ് ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, നമ്മൾ സ്വിംഗ് ലോ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഒരു സ്വിംഗ് ഹൈ ആണ് വേണ്ടത്. അതിനുശേഷം എന്താണ്, നമുക്കൊരു സ്വിംഗ് ഹൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് സ്വിംഗ് ഹൈ, ഇതായിട്ട് സ്വിംഗ് ഹൈ കണക്കാക്കിയത് നിങ്ങൾ. സ്വിംഗ് ഹൈ എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോയി, ഇവിടെ നിന്നാണ് പ്രൈസ് ആ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാനുള്ള ഒരു ലെവൽ കാണിച്ചത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു സ്വിംഗ് ലോ തന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മുകളിൽ പോയി അവിടെ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുമ്പോഴാണ് നമുക്കിവിടെ ഒരു സ്വിംഗ് ഹൈ ഫോം ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ലോ വന്ന സമയത്ത് ഇതിനെ നമുക്കൊരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്, ശരിക്കത്തെ സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ല, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ആ സമയം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു സ്വിംഗ് ഹൈ ആയിട്ട് അത് കണക്കാക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് മുകളിലേക്ക് വന്നു, ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, ഹൈ ക്രിയേറ്റഡ്. കണ്ടില്ലേ, നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് തന്നു. കണ്ടില്ലേ, സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഇതിൽ വന്നിട്ടുള്ള ലോസ് നോക്കാം. ഓക്കെ, ലോ എന്താണ്, ഈ ഒരു ലോ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ലോ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. കാരണം എന്താണ്, പ്രൊട്ടക്റ്റ് ആണ് ഈ ലോ. കാരണം എന്താണ്, ഇവിടെ മാനിപ്പുലേഷൻ നടന്നത് എവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് ആക്ച്വലി മാനിപ്പുലേഷൻ നടന്നത്.
ഓക്കെ, എന്താണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലോനെ സ്വീപ്പ് ചെയ്തത്, ഈ ഒരു ലോനെ സ്വീപ്പ് ചെയ്തതാണ് ഇത്. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? പ്രൈസ് ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം പ്രൈസ് താഴേക്ക് വന്നതിന് ശേഷം പിന്നെ നമുക്കൊരു അടുത്ത എവിടെയാണ്? സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് ഇവിടെ സംഭവിച്ചു. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ടോ? മാർക്കറ്റ് ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തോ. ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തോ വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പാടാണ്. കാരണം ഓക്കെ, ഇത് കണ്ടില്ലേ, പ്രൈസ് താഴേക്ക് വന്ന് ഇവിടെ ലോ ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്നിട്ട് എന്നിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഓക്കെ, ഒന്നുകൂടി പറയാണ്, പ്രൈസ് ഇവിടെ ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, ഹൈ ടേക്കൺ, ശേഷം കണ്ടില്ലേ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് പിന്നെ വന്നിട്ട് പോയതാണ്. കണ്ടില്ലേ, ഈ ഒരു മൂവ്മെൻ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം കുറച്ച് പാടായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മളുടെ സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഏതാണ്? സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്വിംഗ് ലോ നമുക്ക് കിട്ടി. അടുത്തതിന് ശേഷം എവിടെയാണ് സ്വിംഗ് ഹൈ വരുന്നത്? സ്വിംഗ് ഹൈ വരുന്നത് മാർക്കറ്റ് നെക്സ്റ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ച ആ ഒരു ഏരിയയിൽ. ഏതാണ് സ്ട്രക്ചർ ഷിഫ്റ്റ്? ഒബ്വിയസ്ലി ഇതായിരിക്കും സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ച ഏരിയ. സ്വിംഗ് ഹൈ കിട്ടിയല്ലോ, സ്വിംഗ് ഹൈ കിട്ടി. പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് താഴേക്ക് വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോയി. ഓക്കെ, തിരിച്ച് മുകളിലേക്ക് പോയി. ഇത് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണോ? ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് ആണോ? ഇത് സ്ട്രക്ചർ ബ്രേക്ക് അല്ല. കാരണം എന്താണ്? ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്? അതിനുശേഷം തിരിച്ച് താഴേക്ക് പ്രൈസ് വന്ന സമയത്ത് നമ്മുടെ സ്വിംഗ് ഹൈ എന്തായിട്ട് ഇതായിട്ട് ഫോമായി. അതിനുശേഷം നോക്കുകയാണെങ്കിലും എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഇതെന്താണ്? ഇതിനെ നമ്മൾ കൺസിഡർ ആസ് എ ഈക്വൽ ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? പ്രൈസ് തിരിച്ച് മുകളിലേക്ക് തന്നെ പോയി. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതും ആക്ച്വലി ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഓക്കെ, തിരിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് പോയി. ആക്ച്വലി മാർക്കറ്റിൻ്റെ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്ന എവിടെയാണ്? ഇവിടെയാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വിംഗ് ഹൈ എന്ന് പറയുന്ന ഇതാണ്. മാർക്കറ്റിലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി. കണ്ടില്ലേ, ഈക്വൽ ലോ ഫോർമേഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള രീതിയാണ്. നോക്കൂ നിങ്ങൾ, പ്രൈസ് താഴേക്ക് വന്ന് ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, ഹൈ ടേക്കൺ, അതിനുശേഷം പ്രൈസ് താഴേക്ക് വന്നു മുകളിലേക്ക് പോയി. ഇത് വാലിഡ് അല്ല, കാരണം ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. പ്രൈസ് താഴേക്ക് വന്നു, ലിക്വിഡിറ്റി എടുത്തില്ല, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, അതിനുശേഷം താഴേക്ക് ലിക്വിഡിറ്റി എടുത്തില്ല. ഇവിടെ നിന്നാണ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചത്. ഓക്കെ, അതുകൊണ്ട് സ്വിംഗ് ഹൈ ആയി. പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നിട്ട് ഈ ലിക്വിഡിറ്റി നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച പോലെ ഈക്വൽ ലോ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കളറ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഇതായിട്ടൊരു ഓർഡർ ബ്ലോക്കായിട്ടും എടുക്കാം. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്കായിട്ടും എടുക്കാം. ഓക്കെ, അതിനുശേഷം എന്താണ്? പ്രൈസ് താഴേക്ക് വന്നിട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കൂ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് എന്താണ്? സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്? സ്വിംഗ് ലോ എങ്ങോട്ട് ഫോമായി? സ്വിംഗ് ലോ ഇവിടേക്ക് ഫോമായി. ആക്ച്വൽ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത് എവിടെയാണ്? ആക്ച്വൽ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത് ഈ ഒരു ഹൈ, ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ആക്ച്വൽ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് ഏതാണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് ഏതാണ്? ഈ ഒരു ലോ കണ്ടില്ലേ നിങ്ങൾ? ഈ രണ്ട് ലോയും മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് എന്തായത്? പ്രൈസ് ഹൈ ക്രിയേറ്റഡ്, ലോ ക്രിയേറ്റഡ്, ഹൈ ക്രിയേറ്റഡ്, ലോ ടേക്കൺ, അതിനുശേഷം ബ്രേക്ക് ഔട്ട്. നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്താൽ കണ്ടില്ലേ, സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചപ്പോൾ നോക്കൂ നിങ്ങൾ, സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായി? സ്വിംഗ് ഹൈ ഇനി ഫോം ആകുമ്പോൾ എപ്പോഴാണ്? ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഷിഫ്റ്റ് സംഭവിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് വേറെ ഒരു സ്വിംഗ് ഹൈ കിട്ടുന്നു. ഓക്കെ, പിന്നെ എന്താണ് പ്രൈസ് സംഭവിക്കുക? സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ എത്തി തിരിച്ച് നമ്മളുടെ ഏരിയയിലേക്ക് വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി.
ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വിങ് ലോ, സ്വിങ് ഹൈ, സ്വിങ് ലോ, സ്വിങ് ഹൈ, സ്വിങ് ലോ, സ്വിങ് ഹൈ. ഓക്കെ, ഒരു അപ് ട്രെൻഡ് ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? നമ്മൾ ഈ സ്വിങ് ഹൈ ടു സ്വിങ് ലോ നോക്കുന്ന സമയത്ത് ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ ഇത് ഹയർ ടൈം ഫ്രെയിമിലാണ് ചെയ്തത്. നമുക്ക് നേരെ എന്താണ് ഒരു 15 മിനിറ്റിലേക്ക് ഇൻ്റർവെല്ലിൽ തിരിക്കാം. ഓക്കെ, 15 മിനിറ്റ് അല്ലേ വേണ്ട, ഒരു 5 മിനിറ്റിലേക്ക് നമ്മൾ തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പം വരച്ച ഈ ഒരു ഏരിയ ഒരു അപ് ട്രെൻഡ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അഥവാ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയത് എങ്ങനെയാണ് കണ്ടില്ലേ? ഈ ഒരു ലെവലിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് അതാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായത് എന്താണ്? നമ്മളെപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ അപ് ട്രെൻഡ് അഥവാ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബെയറിഷ് ട്രെൻഡ് പറയുന്ന സമയത്ത് എന്താണ്? നമ്മളുടെ ബെയറിഷ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഈ ഒരു രീതിയിലാണ് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്. ഹയർ ഹൈസ് ഹയർ ലോൻ്റെ ഫോർമേഷൻ ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ എന്താ? ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഈ ഒരു രീതിയിലാണ് ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി മാർക്കറ്റിൻ്റെ ലെവലിൽ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് ഒരു ലെവലിൽ പറയുമ്പോൾ എന്താണ്? സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നു, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നു, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നു, സ്ട്രക്ചർ ബ്രേക്ക്. ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്. സ്വിങ് ഹൈ സ്വിങ് ലോ ഒക്കെ ഇവിടെ വരും. സ്വിങ് ലോ, സ്വിങ് ഹൈ, സ്വിങ് ലോ, സ്വിങ് ഹൈ, സ്വിങ് ലോ, സ്വിങ് ഹൈ, സ്വിങ് ലോ, സ്വിങ് ഹൈ. ഓക്കെ, നമ്മളുടെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഇമ്പൾസീവ് മൂവ്, കറക്ഷൻ മൂവ്, സ്വിങ് ഹൈ, സ്വിങ് ലോ, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് ഒക്കെ ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ആക്ച്വൽ റിയൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ ആക്ച്വലി എന്താണ്? ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതായിരിക്കും ഒരു വാലിഡ് സ്വിങ് ലോ. ഓക്കെ, അതിനുശേഷം എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു ലോ നോക്കുക എടുത്തത് കാരണം എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാത്ത സ്ട്രക്ചർ ബ്രേക്ക് എപ്പോഴും ഇൻവാലിഡ് ആയിരിക്കും. അതിനുശേഷം എന്താണ്? തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഇതെന്താണ്? സ്വിങ് ലോ സ്ട്രോങ് ആണ്. അതിനുശേഷം നോക്കും നിങ്ങൾ, തിരിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് തരുന്ന എവിടെയാണ്? ഈ ഒരു ഏരിയയിലാണ് സ്ട്രക്ചർ ബ്രേക്ക് തരുന്നത്. ഈ ഒരു ഏരിയയിൽ സ്ട്രക്ചർ ബ്രേക്ക് ആണെങ്കിൽ കുറച്ചൊരു മേജർ സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടോ? ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സ്ട്രോങ് സ്വിങ് ലോ. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി എടുത്തിട്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. സ്ട്രോങ് സ്വിങ് ലോ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാത്ത ഒരു സ്ട്രക്ചർ ബ്രേക്കും വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് പരിഗണിക്കാൻ നിൽക്കരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക്. ഇങ്ങനെയാണ് ഒരു വാലിഡ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? സ്വിങ് ഹൈ സ്വിങ് ലോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്തായി? ഒരു ബ്രേക്ക് കിട്ടിയാൽ സ്വിങ് ലോ ബ്രേക്ക് കൺഫേം ആയി. തിരിച്ച് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ സ്വിങ് ഹൈ ഫോം ചെയ്തു, സ്വിങ് ലോ, സ്വിങ് ഹൈ ഫോം ചെയ്തു. എന്തുകൊണ്ട് ഞാൻ ഇവിടെ സ്വിങ് ലോ വെച്ചിട്ടില്ല എന്ന് പറയുന്നത്? ഇത് ഒരു 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 ബ്രേക്ക് മുകളിലേക്ക് നടന്നിട്ടില്ല. ഓക്കെ, തിരിച്ചെന്താണ്? ഇത് സ്വിങ് ലോ എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടല്ലേ ഇത് സ്വിങ് ലോ ആയത്. ഓക്കെ, ഇത് സ്വിങ് ഹൈ ആയത് എന്താണ്? ഈ സ്വിങ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സ്വിങ് ഹൈ ആയത്. ഇവിടെ എന്താണ് സ്വിങ് ലോ വെക്കാത്തത്? ആലോചിക്കുക, ഇവിടെ എന്താ സ്വിങ് ലോ വെക്കാത്തത്? ഇത് ബ്രേക്ക് നടന്നിട്ടില്ല. ഇതെന്താണ്? ഈ ലോനെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇവിടെ സ്വിങ് ലോ ഫോം ആയത്. സ്വിങ് ഹൈ ഫോമായി. പിന്നെന്താണ്? ഇത് സ്വിങ് ലോ ആയിട്ട് ഫോം ചെയ്യാൻ കാരണം എന്താണ്? മാർക്കറ്റ് തിരിച്ചിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ലോ ഏതാണ്? ഇതല്ല സ്വിങ് ലോ, ഇതല്ല സ്വിങ് ലോ, ഇതാണ് സ്വിങ് ലോ. ഓക്കെ, അടുത്തത് സ്വിങ് ഹൈ ഫോം ആവാൻ ഇവിടെയാണ്. അപ്പം നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് വേണം എന്ത് ഫോം ആവാൻ? മാർക്കറ്റ് സ്ട്രക്ചർ ഫോം ആവാൻ, ഇൻക്ലൂഡിങ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ നേരത്തെ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ പറഞ്ഞ പോലത്തെ നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്. നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഒരു 5 സെക്കൻഡ് ടൈം തരാം.
ഓക്കെ, നോക്കുക. ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഏതാണ്? ഇതാണ് ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇത് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണോ? അല്ല. അല്ല, ഉറക്കെ വിളിച്ചു പറയാനല്ല. കാരണം എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടില്ല. ഓക്കെ, എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നുകൊണ്ട് നെക്സ്റ്റ് നടന്നിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണ് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക്. വാലിഡ് സ്ട്രക്ചർ ബ്രേക്സ് ആണ് വാലിഡ് ആയിട്ടുള്ള സ്വിംഗ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. വാലിഡ് ആയിട്ടുള്ള സ്വിംഗ് ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുള്ളൂ. അഥവാ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സ്വിംഗ് ലോൻ്റെയോ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സ്വിംഗ് ഹൈൻ്റെ മുകളിലോ നമ്മൾ മുകളിലോ താഴെയോ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. അല്ലാത്ത സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് വരുന്ന എവിടെയാണ്? ഇവിടെയാണ് നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക്. ഈ സ്ട്രക്ചർ ബ്രേക്ക് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്? ഇത് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. കാരണം എന്താണ്? ഈ ഒരു ഹൈ മാർക്കറ്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? ഇത് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണ്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഇത് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണോ? അല്ല. ഇത് ഈക്വൽ ഹൈ ആണ്. ഇത് ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. പകരം എന്താണ്? മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് സ്ട്രക്ചർ ബ്രേക്ക് തരുമ്പോൾ ഇതൊരു വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. അതിനുശേഷം എന്താണ്? ഇതൊരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണോ? ആണ്. നമുക്ക് നോക്കൂ, ഈ ഒരു ഹൈനെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹൈനി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു ബ്രേക്ക് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണോ? ആണ്. ഇത് ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതാണ് മനസ്സിലാവും. അപ്പം പലർക്കും ഇതെന്താണ് ഇതിന് നമ്മൾ ഫ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഇതെന്താണ്? നമ്മൾ ബോൾഡ് ചെയ്തതാണ് ആക്ച്വലി വാലിഡ് സ്ട്രക്ചർ ബ്രേക്സ്. ഇതെന്താണ്? ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് അല്ല. ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് അല്ല. ദർ ഈസ് നോ ലിക്വിഡിറ്റി ബിൽഡപ്പ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട്. ഇതെന്താണ്? ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് അല്ല. ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് അല്ല. എന്താണ്? ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്വിംഗ് ലോ കിട്ടി, സ്വിംഗ് ഹൈ കിട്ടി, 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 സ്വിംഗ് ലോ കിട്ടി, സ്വിംഗ് ഹൈ കിട്ടി. ഓക്കെ, ആക്ച്വലി മാർക്കറ്റ് ട്രെൻഡ് താഴേക്ക്. അപ്പോൾ എന്താണ്? സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും എപ്പോഴും എവിടെയായിരിക്കും? വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്സിലായിരിക്കും. വാലിഡ് ആയിട്ടുള്ള സ്വിംഗ് ലോ സ്വിംഗ് ഹൈ. പലരും എന്താണ്? മാർക്കറ്റിലെ സ്ട്രക്ചർ ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ എൻട്രി എടുക്കും. SL ഇവിടെ. ഓക്കെ, SL തിരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അവർ SL വെച്ച ഏരിയനെ മാർക്കറ്റ് ചെയ്തിട്ട് താഴേക്ക് പോകും. വാലിഡ് ആയിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ഫോം ചെയ്യുന്ന എപ്പോഴും എവിടെയാണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യും? ജീനിയസ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ടേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് എൻട്രി എടുക്കും. ഓക്കെ, ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ട് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്കിന് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് എന്താണ്? നമ്മളുടെ നിഫ്റ്റി ഫ്യൂച്ചറിൽ 1 hour ടൈം ഫ്രെയിമാണ്. ഞാൻ പറഞ്ഞു 4 hourലും നമുക്ക് ട്രെൻഡ് നോക്കാം, 1 hourലും നമുക്ക് നോക്കാം. വലിയ ഡിഫറൻസ് തമ്മിലില്ല. പക്ഷേ ഇതെന്താണ്? ഇത് രണ്ടും ഹയർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഞാൻ ഡൗൺ ട്രെൻഡ് 1 hourൽ നോക്കുമ്പോൾ എന്താണ്? മാർക്കറ്റ് നിങ്ങൾ നോക്കൂ, ഹൈ ആയിട്ട് നമ്മൾ നോക്കൂ, നല്ലൊരു അപ്പ് മൂവ്. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിന് ശേഷം നമുക്കൊരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്താണ്. ഓക്കെ, ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്താൽ നമുക്ക് എന്താണ്? നമുക്ക് നോക്കാം സ്ട്രക്ചർ ഷിഫ്റ്റും സ്ട്രക്ചർ ബ്രേക്കും നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റിന് എന്താണ്? അടുത്തുള്ള മുകളിലുള്ള ഈ ഒരു ഇതിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിനെ സ്വീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്? മാർക്കറ്റ് മുകളിലേക്ക് പോയി ഹൈ ക്രിയേറ്റ് ചെയ്ത്, ലോ ക്രിയേറ്റ് ചെയ്ത്, ഹൈ ക്രിയേറ്റ് ചെയ്ത്, മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്വിംഗ് ഹൈ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ട? ഒരു സ്വിംഗ് ലോ ഫോം ആണ്. സ്വിംഗ് ലോ എപ്പോഴാണ് നമ്മളത് ഫോം ആവുന്നത്? സ്വിംഗ് ലോ ഫോം ആവുന്നത് എപ്പോഴാണ്? ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ ഉണ്ടല്ലേ? മാർക്കറ്റ് തിരിച്ച് റിട്ടേൺ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് മുകളിലേക്ക് കൊടുത്ത സമയത്ത് നമുക്ക് എന്താണ്? ഒരു സ്വിംഗ് ലോ ഫോമായി. ഓക്കെ, സ്വിംഗ് ലോ ഫോമായി.
അതിനുശേഷം എന്താണ് പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചത് എവിടെയാണ്? പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചത് ഇതാ ഈ ഒരു ഏരിയയിൽ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. സ്ട്രക്ചർ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഓക്കെ, മുകളിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടോ? ഇതാ നിങ്ങൾ നോക്കൂ, ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ഹാസ് ബീൻ സ്വീപ്ഡ്. അപ്പോൾ എന്താണ് സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതാണ് സ്വിങ് ഹൈ. സ്വിങ് ലോ എന്ന് പറയുന്നത് ഏതാണ്? സ്വിങ് ലോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇത് തന്നെയായിരിക്കും സ്വിങ് ലോ. അതിനുശേഷം എന്താണ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, അടുത്ത സ്ട്രക്ചർ ബ്രേക്ക് ഏതാണ്? സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ് അടുത്ത സ്ട്രക്ചർ ബ്രേക്ക്. ഈ സ്ട്രക്ചർ ബ്രേക്ക് ഏതെങ്കിലും ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടോ? ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, അതെടുത്തിട്ടാണ് പ്രൈസ് താഴേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്താണ് സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഏതാണ്? സ്വിങ് ഹൈ എന്ന് പറയുന്നത് സ്വിങ് ഹൈ ഫോമായി. ഇനി സ്വിങ് ലോ ഫോമായി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ്? മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുൾ ബാക്കിനെ മാർക്കറ്റ് കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കൂ, മാർക്കറ്റിന് ഇങ്ങോട്ടൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന സമയത്ത് നമുക്കൊരു സ്വിങ് ലോ ഫോമായി. അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത് എവിടെയാണ്? നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചത് ഈ ഒരു ഏരിയയിലാണ്. എന്താണ്? സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ച സമയത്ത് എന്താണ്? ഇവിടെ സ്വിങ് ഹൈ ഫോമായി. പിന്നെ തിരിച്ച് നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്? നിങ്ങൾ പറയും ഇവിടെ എവിടെയാണ്? ഇവിടെ സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഷിഫ്റ്റ് സംഭവിക്കണമെങ്കിൽ നോർമലി ഇവിടെ ഷിഫ്റ്റ് സംഭവിക്കണമെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ആവണം. ഈ ഹൈ ബ്രേക്ക് ആയില്ല, തിരിച്ച് താഴേക്ക് പോയി തിരിച്ച് മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ നോക്കുക, ഈ ഒരു ലോ കണ്ടോ നിങ്ങൾ? ഇതൊരു സ്ട്രക്ചർ ബ്രേക്കാണ്. ഇതിനെ നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് എന്താണ് വാലിഡ് ചെയ്യില്ല. കാരണം എന്താണ്? ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ഒരു ലിക്വിഡിറ്റിയും ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെയാണ് ആക്ച്വലി സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ആക്ച്വലി സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചത് ഈ ഒരു ഏരിയയിലാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇതായിരിക്കും നെക്സ്റ്റ് സ്വിങ് ലോ. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? പ്രൈസ് സ്വിങ് ഹൈയിലേക്ക് പോയി, അതല്ലേ ഈ ഒരു ഏരിയയിലേക്ക് പോയി മുകളിലേക്ക്. എന്ന് വെച്ചാൽ പ്രൈസ് സ്വിങ് ലോ സ്വിങ് ഹൈ ഈ ഒരു രീതിയിൽ വന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ട് എടുക്കാൻ പാടില്ല. തിരിച്ച് മാർക്കറ്റ് സ്വിങ് ലോ സ്വിങ് ഹൈ ആ ഒരു റേഞ്ചിലേക്ക് പോയി തിരിച്ച് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ഇവിടെ ഇനി സ്ട്രക്ചർ ബ്രേക്ക് ഏതാണ്? ഇനി സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ് നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക്. ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് തന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതാണ് സ്വിങ് ഹൈ ഫോം ആയല്ലോ. ഇനി സ്വിങ് ലോ ഫോം ആവണമെങ്കിൽ എന്താണ്? ഇത് മാർക്കറ്റ് തിരിച്ച് ബ്രേക്ക് ഔട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കൊടുത്ത സമയത്ത് സ്വിങ് ലോ ഫോമായി. ഓക്കെ, നിങ്ങൾ നോക്കുക, ഈ ഒരു ലെവലിൽ മാർക്കറ്റ് താഴേക്ക് ഷിഫ്റ്റ് നിങ്ങൾ നോക്കുക, ഈ ഒരു രീതിയിലല്ലേ മാർക്കറ്റ്. എപ്പോഴാണോ മാർക്കറ്റ് ആ സ്വിങ് ഹൈ കൊടുത്തത് അപ്പോഴാണ് ആക്ച്വലി ആ മേജറായിട്ടുള്ള ആ ഒരു സ്വിങ് ഹൈനെ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് എന്താണ് സംഭവിച്ചത്? ആ ഒരു ബെയറിഷ് മാർക്കറ്റ് ട്രെൻഡ് ബുള്ളിഷിലേക്ക് പോയത്. കണ്ടില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾ? ഇതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്ന കഥ. കണ്ടില്ലേ? ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കിൽ നമ്മുടെ സ്വിങ് ഹൈസ് എപ്പോഴും എങ്ങനെയാണ്? ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ സ്വിങ് ഹൈസ് എപ്പോഴും പ്രൊട്ടക്റ്റ് ആയിരിക്കും. ഇൻ കേസ് സ്വിങ് ഹൈനെ മാർക്കറ്റ് വയലേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയാൽ എന്താണ്? പിന്നെ മാർക്കറ്റ് വിൽ ബി ഗോൺ അപ്പ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും പാടി നോക്കുക. ഞാനിത് പറഞ്ഞതുപോലെയല്ല, നിങ്ങൾ ഒന്നും കൂടി നിങ്ങളെ രീതിയിൽ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 20-30% നിങ്ങൾക്ക് പഠിക്കൂ. ബാക്കി നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുമ്പോഴേ അതൊരു അറൗണ്ട് ഒരു 70% നമുക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്? സൈഡ് വേസ് ട്രെൻഡ് അഥവാ റേഞ്ച് ബൗണ്ട് ട്രെൻഡ്. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്താണ് സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഒരു അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു മാർക്കറ്റാണ് സൈഡ് വേസ് മാർക്കറ്റ്. ഒരു സൈഡ് വേസ് മാർക്കറ്റ് എപ്പോഴും ഫോം ആവുന്ന എങ്ങനെയാണ്? ഒരു ട്രെൻഡിങ് മാർക്കറ്റ് അഥവാ ഒരു അപ്പ് ട്രെൻഡ് ആണെങ്കിൽ ഒരു അപ്പ് ട്രെൻഡ് മൂവിന് ചെറിയൊരു പോസ് വരിക അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് വരുമ്പോഴാണ് ഒരു സൈഡ് വേസ് ട്രെൻഡ് വരുന്നത്. സൈഡ് വേസ് ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തിരിച്ച് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും അപ്പ് ട്രെൻഡിലേക്ക് പോവാം,
അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകാം. അതെന്താണ്? ഈ പോയ മൂവിൻ്റെ വോളിയം അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പം അതുപോലെ ഡൗൺ ട്രെൻഡ്, ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ആ ഡൗൺ മാർക്കറ്റിൻ്റെ ഡൗൺ വീക്ക് ആവുന്ന സമയത്ത് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഫോം ആകും. ഈ സൈഡ് വേസ് മാർക്കറ്റ് ഫോം ആയി കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സൽ വരുന്ന നമുക്ക് 100% ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. തിരിച്ചെന്ത് ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവാം. പക്ഷേ എന്താണ്, ഒരു സൈഡ് വേസ് മാർക്കറ്റ് വരുമ്പോൾ ഒരു റിവേഴ്സൽ സിഗ്നൽ വന്നു തുടങ്ങും. ഓക്കെ, തിരിച്ച് മാർക്കറ്റ് ട്രെൻഡ് വീക്ക് ആവുന്നുണ്ട്. ഇനി ബയേഴ്സ് ഇവിടുന്ന് കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഒരു ട്രെൻഡിങ് മാർക്കറ്റിന് ശേഷം വരുന്നതാണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ്. സൈഡ് വേസ് മാർക്കറ്റ് എന്താണ്? നോർമലി സൈഡ് വേസ് മാർക്കറ്റ് വോളട്ടൈൽ മാർക്കറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നോർമൽ ഒരു എന്താണ്, ഒരു റെസ്റ്റിംഗ് പീരീഡിൽ ഉണ്ടാവുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. ഒരു അപ് ട്രെൻഡ് കഴിഞ്ഞാലോ ഒരു ഒരു മാസീവായിട്ടുള്ള ഒരു അപ് ട്രെൻഡോ ഒരു മാസീവായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലത്ത് കുറച്ച് സെറ്റ് ഓഫ് പീരീഡിലേക്ക് മാർക്കറ്റ് ഒരു മരവിച്ച രീതിയിലായിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും കാര്യം. അപ്പോൾ സൈഡ് വേസ് ട്രെൻഡ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഫോർമാറ്റിലാണ്. ഓക്കെ, ഇനി നമ്മൾ ആക്ച്വലി റിയലിൽ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ്? തിരിച്ച് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് വന്നു. അപ്പോൾ നമ്മൾ ശരിക്കും മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് താഴേക്കാണെന്ന്. തിരിച്ച് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന്. തിരിച്ച് താഴേക്ക് സ്ട്രക്ചർ തരുന്ന സമയത്ത് നമ്മൾ ശരിക്കും താഴേക്കാണ്. തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഇതിലെന്താണ്, നമുക്ക് സ്ട്രക്ചർ കറക്റ്റായിട്ട് ഒരു ഏത് ലെവലിലാണ് പ്രൈസ് പോകാമെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് എന്ത്, സൈഡ് വേസ് മാർക്കറ്റിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ നേരത്തെ ഇപ്പം വരച്ച പോലെ തന്നെ എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന് നമ്മൾ മുകളിലേക്ക് ഒരു എൻട്രി വരുമ്പോൾ വിചാരിക്കും മാർക്കറ്റ് താഴേക്കാണെന്ന് വിചാരിക്കുമ്പോൾ മുകളിലേക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ്. ഈ സൈഡ് വേസ് മാർക്കറ്റിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി മുകളിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മുകളിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലിക്വിഡിറ്റീനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, സെല്ല് ചെയ്യുന്ന ആളുകളുടെ എക്സൽ എന്ന് പറയുന്നത് ബൈ ആണ്. അതുകൊണ്ട് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് മുകളിലും താഴെ നിന്ന് ബൈ ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഹൈയും സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ലോയും ലിക്വിഡിറ്റി പൂളായിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് വേസ് മാർക്കറ്റിന് അധികം ഒന്നും നമുക്ക് കൂടുതലായിട്ട് പറയാനില്ല. സൈഡ് വേസ് മാർക്കറ്റിന് കഴിയുന്നത് മാറി നിൽക്കുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നിങ്ങളൊരു സെല്ലർ ആണെങ്കിൽ എന്താണ്, ഒരു ഓപ്ഷൻ സെല്ലർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, ടൈം ടേക്കിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ വെച്ചെടുക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് ഒന്നുകൂടി ചാർട്ടിൽ സൈഡ് വേസ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡ് വേസ് മാർക്കറ്റാണ് പറയുന്നത്. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് നമ്മൾ പറയുമ്പോൾ എന്താണ്, ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഫോം ആകുന്ന എപ്പോഴും എവിടെയാണ്? ഒരു ട്രെൻഡിങ് മാർക്കറ്റ് കഴിഞ്ഞാലാണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് സംഭവിക്കുന്നത്. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് ട്രെൻഡ് നടക്കും. അതിനുശേഷം നമുക്ക് റിവേഴ്സൽ ആവാനും ചാൻസ് ഉണ്ട്, തിരിച്ച് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിലോ, പ്രൈസ് ഡൗൺ ട്രെൻഡ് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാനോ താഴേക്ക് പോകാനോ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ തന്നെ പ്രൈസ് കണ്ടിന്യൂസ്ലി മാർക്കറ്റ് മുകളിലേക്ക് വരുന്നു. ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്താണ്, ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് പോകുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, മാർക്കറ്റ് മുകളിലേക്ക് ഒരു അപ് ട്രെൻഡ് ആണ്. അതിനുശേഷം എന്താണ്, ഈ ഒരു സെർട്ടൈൻ രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് ഈ ഡൗൺ ട്രെൻഡിൽ നിങ്ങൾ നോക്കൂ, മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് വരുന്നു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഇവിടെ സ്ട്രക്ചർ താഴേക്ക് വരുന്നു. അപ്പോൾ താഴേക്കാണെന്നുള്ളൊരു വ്യൂ നമുക്ക് വരുന്നു. അപ്പോൾ തന്നെ തിരിച്ച് സ്ട്രക്ചർ ഷിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു, പിന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യാൻ താഴേക്ക് പോകുന്നു. അപ്പം ഇതെന്താണ്, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡിൻ്റെ എൻഡിലോ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിലോ സംഭവിക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്റ്റേജാണ് സൈഡ് വേസ് എന്ന് കഴിയുന്നത് മാറി നിൽക്കുക. ഓക്കെ, സൈഡ് വേസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ആക്ച്വലി ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സെനാരിയോ ആണ്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കാം, ഇവിടെ മാർക്കറ്റ് അപ് ട്രെൻഡിലാണെങ്കിൽ ഇവിടെ ഒരു സൈഡ് വേസ് കളിച്ചിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ താഴേക്ക് പോകും. ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. കാരണം എന്താണ്, ഇവിടെ മാർക്കറ്റിൽ പോകാൻ കാരണം മാർക്കറ്റിൻ്റെ ബൈയിങ് ട്രെൻഡ് അത്രയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പം സൈഡ് വേസ് ട്രെൻഡിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും അല്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക തരം ട്രെൻഡ്. ഓക്കെ, നമുക്ക് ഇന്ന രീതിയിലേ ഒരു സൈഡ് വേസ് എന്ന് പറയാനൊന്നും കഴിയില്ല. സൈഡ് വേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ വോളട്ടൈൽ ഫോർമേഷനിലും സൈഡ് വേസ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി, വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്ത ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, അതിൽ സ്ട്രക്ചേഴ്സ് നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ബുള്ളിഷ് സ്ട്രക്ചറിലും ബെയറിഷ് സ്ട്രക്ചറിലും പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സൈഡ് വേസിലില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് വിടുന്നത്. സൈഡ് വേസ് എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ട്രെൻഡ്. ഓക്കെ, ദാറ്റ്സ് സൈഡ് വേസ്.
അപ്പോൾ നമ്മൾ കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ്. കൺക്ലൂഷനിൽ എന്താണ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി പറയണം. മാർക്കറ്റിൽ 3 ട്രെൻഡ് ഉണ്ട്: അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്. ഓക്കെ, അപ്പം അപ്പ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സൈഡ് വേസ് ട്രെൻഡും എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യം. നമ്മൾ എപ്പോഴും ഒരു മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, നമ്മൾ ഏത് സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ ഏത് മാർക്കറ്റ് സ്ട്രക്ചറിലാണെന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യവും പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വാലിഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ എന്താണ്, വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും വാലിഡ് ആയിട്ടുള്ള. ആ വാലിഡ് സ്ട്രക്ചറിലെ വാലിഡ് OB നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് പഠിച്ചാലേ വാലിഡ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈയും വാലിഡ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ നമുക്ക് കിട്ടും. വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് പഠിച്ചാലേ വാലിഡ് ആയിട്ടുള്ള എന്താണ്, ഒരു ഓർഡർ ബ്ലോക്കോ ഒരു ബ്രേക്കർ ബ്ലോക്കോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടും. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് കണ്ടുപിടിച്ചാലേ നമ്മളുടെ SL ആ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്കിൻ്റെ ലോ ആയിട്ടുള്ള സ്വിംഗ് ലോൻ്റെ താഴെ വെച്ചാലേ പ്രൊട്ടക്റ്റ് ആവും. അപ്പോൾ എന്താണ്, പഠിക്കുമ്പോൾ എപ്പോഴും എന്താണ്, വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്സ് പഠിക്കുക. ഇൻ കേസ് അത് ബുള്ളിഷ് ആയാലും ബെയറിഷ് ആയാലും. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, വാലിഡ് ആയിട്ടുള്ള ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, വാലിഡ് ആയിട്ടുള്ള ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, സൈഡ് വേസ് മനസ്സിലാക്കുക. സൈഡ് വേസിൽ നിന്നും നിങ്ങൾ കഴിയുന്നത് മാറി നിൽക്കുക ആസ് എ ഓപ്ഷൻ ബയ്യർ എന്ന സ്ഥിതിയിൽ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം 1 ഹവറിൻ്റെ അടുത്ത് ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ ആണ്. ഫുൾ ഇരുന്ന് കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹാറ്റ്സ് ഓഫ്. താങ്ക് യു.